മഞ്ജുഷ. ഞാൻ കരിമൂളിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 3 ദിവസമായിട്ട് ദീപ മാമിന്റെ ക്ലാസ്സിന്റെ വീഡിയോസിലും അതുപോലെ ക്ലാസ്സിന്റെ പേജിലും എല്ലാം എൻ്റെ കേക്കുകളും എന്നെ കുറിച്ചും ഫോട്ടോസും ഒക്കെ കണ്ടു കാണും. അപ്പോൾ ഞാൻ വന്നത് ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡോട് കൂടി ആയിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചെയ്യുക, കേക്ക് യൂട്യൂബൊക്കെ നോക്കി കണ്ടിട്ടുണ്ട്. പുറത്ത് ആരെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തൊന്നും കൊടുക്കാറില്ല. അതിനുള്ള ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം ഞാൻ 2 കൊല്ലം മുന്നേ ആണ് FB-യിൽ നമ്മുടെ ദീപ മാമിന്റെ പേജ് കാണുന്നത്. അന്ന് തൊട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. ഞാനപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. വളരെ നല്ലതാണെന്നും ആളിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ഒക്കെ നന്നായിട്ട് അറിഞ്ഞു. അപ്പൊ എനിക്ക് അത് കൂടുതൽ ഒരു 100% ഉറപ്പായ ശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. വളരെ ഉള്ളിൽ ചെറിയ ചെറിയ പേടികൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിവിടെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലായത്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെ വളരെ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ എന്താണ് ആഗ്രഹിച്ചു വന്നത് അത് തന്നെ നേടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ വന്ന് എല്ലാം ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ മാജിക് എന്ന് എനിക്ക് തോന്നിയത് ദീപ മാമിന്റെ സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്ന എന്തും അത് വേറെ ലെവലിലായിരിക്കും നമ്മൾ ചെയ്തു തരിക. എനിക്ക് മനസ്സിലായത് അതാണ്. പിന്നെ എന്താ പറയാ, ഇവിടെ വന്നപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സ്പഞ്ച് മാത്രമാണ് ദീപ നമ്മൾക്ക് ചെയ്ത് കാണിച്ചു തന്നത്. ബാക്കി ഉള്ള എല്ലാ കേക്കുകളും എന്നെ കൊണ്ട് തന്നെ ചെയ്യുകയായിരുന്നു. അതിനകത്ത് ഷാർപ്പ് എഡ്ജ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഫില്ലിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് അതിന് വേണ്ട എല്ലാ കൈത്താങ്ങും തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആള്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒന്നിലും ശ്രദ്ധിക്കാതെ തന്നെ ചെയ്തോ എന്ന് മാറ്റി നിർത്തി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് അടിപൊളിയായെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലൊരു കെട്ടിപ്പിടിച്ച് ഉമ്മയും കിട്ടും. നമുക്ക് ഇരട്ടി സന്തോഷമായി. നമ്മൾ ചെയ്തതും സൂപ്പറായി. പിന്നെ ഇതിനെല്ലാം അപ്പുറം എന്ന് പറയുന്നത് അതിന്റെ ടേസ്റ്റ് ആയിരുന്നു. ആ ഓരോ കേക്ക് ചെയ്യുമ്പോഴും ആ കേക്കിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് ആ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ ഇത്തിരി എടുത്ത് നമ്മുടെ വായിലോട്ട് വെച്ച് തരും. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്തിനാ ഞാൻ ഉണ്ടാക്കി പുറത്ത് കൊടുക്കണേ, എനിക്ക് തന്നെ കഴിച്ചാൽ പോരെ. പല സാധനങ്ങളുടെയും ഞാൻ ഇങ്ങനെ ആ ബാറ്റർ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഉണ്ടാക്കി പുറത്ത് കൊടുത്ത് മറ്റുള്ളവർക്കും ടേസ്റ്റ് അറിയണം. എന്നാൽ ഇന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് നല്ല ഉറപ്പുണ്ട്. ഇത്രയും നാൾ ആരെന്തെങ്കിലും ചെയ്തു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അതിനുള്ള ആത്മവിശ്വാസം ഇല്ല. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അതിനുള്ള എല്ലാ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അതിലെനിക്ക് ഏറ്റവും വളരെ 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 സന്തോഷമുണ്ട്. ഇതിനെല്ലാം എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ദീപ മാമിനോടാണ്. ഞാൻ ആരോടാണെന്നുണ്ടെങ്കിലും പറയുക, ദീപ മാമിൻ്റെ അടുത്ത് വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ എന്താകും എന്നുള്ളതിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. വളരെ ഫ്രീ ആയിട്ട് ഇവിടെ വരാം. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം പഠിച്ച് ഇവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു പുതിയ രംഗത്തേക്ക് പോകാനും പറ്റും. ഇത് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ എനിക്ക് ഉറപ്പാണ്. ഇത് ഞാൻ നിങ്ങളോടും പറയുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാനും ചെയ്യാനും പറ്റും. ഇത് തന്നെ വളരെ വളരെ സന്തോഷം. ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മൈൻഡ് എല്ലാം മാറി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിപ്പോൾ അടുത്തൊരു കേക്ക് തന്നെ ചെന്ന് ചെയ്ത് അയച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് മനസ്സിലുള്ളത്. നമ്മളൊരു 3 കേക്കാണ് ഇവിടെ ചെയ്തു എന്നുള്ളതുണ്ടെങ്കിലും നമുക്ക് ഒരു കേക്കിൽ നിന്ന് എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ തന്നിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. ഒരിക്കലും നമ്മൾ ഇത് മാത്രം പഠിക്കാനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നേന്നുള്ള ഒരു ചിന്താഗതി ആർക്കും വേണ്ട. ഈ ഒന്നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല ധാരണയോടുകൂടി നമുക്ക് ഇവിടുന്ന് പോവാം. അതുകൊണ്ട് നിങ്ങൾ 3 കേക്കാണ് കിട്ടുന്നത്, ഇത്രയും ഫീസാണ്, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഫീസിനേക്കാൾ കൂടുതൽ ഉള്ളതാണ് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇതെല്ലാം ഞാൻ തരുന്ന എൻ്റെ ഉറപ്പാണ്. വളരെ വളരെ സന്തോഷം. വീണ്ടും പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. വളരെ വളരെ സന്തോഷം. ദീപ മാമിന് എന്താ പറയാ, കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുരുവാണ്. വളരെ വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു ദീപ മാമിനും ദീപ മാമിന്റെ കുടുംബത്തിനും. താങ്ക് യു.